ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ശരീരത്തിലെ വിയർപ്പിന്റെ സ്മെല്ലുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോൺഫിഡന്റ് കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലർക്കൊക്കെ. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഔട്ട്ഡോറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശരീരം കൂടുതൽ വിയർത്ത് സ്മെല്ലടിക്കുകയും അതുപോലെ തന്നെ ചൊറിഞ്ഞ് ഇറിറ്റേഷൻ ഒക്കെ വരുന്ന ടൈമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. ദിസ് ഈസ് റഹീസ് ലൈഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നല്ലോണം വിയർക്കുന്ന ആളുകൾ 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കുളിക്കാൻ ശ്രമിക്കുക. അപ്പോ നമ്മുടെ ചെറുനാരങ്ങയാണ് ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരീരത്തിൽ വെള്ളം കുറയുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ വിയർപ്പ് സ്മെല്ല് ചെയ്യും. അപ്പൊ ഒരു മുറി നാരങ്ങ മതി നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ, ഒരു പ്രാവശ്യം കുളിക്കുമ്പോൾ കേട്ടോ. നോർമലായ രീതിയിൽ നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അതുകൊണ്ട് കുളിക്കുക കേട്ടോ. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചെടുക്കുക. പിന്നെ നോർമൽ വാട്ടർ ഒഴിക്കരുത്. അങ്ങനെ കുളിച്ചാൽ നമ്മുടെ സ്മെല്ല് സ്ഥിരമായിട്ട് അങ്ങനെ കുളിച്ച് തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിന്റെ സ്മെല്ല് പോയി തുടങ്ങും കേട്ടോ. അടുത്തത് ആപ്പിൾ സിഡർ വിനെഗർ ആണ് കേട്ടോ. നമ്മുടെ സാധാരണ നോർമൽ വിനെഗർ അല്ല, ആപ്പിൾ സിഡർ തന്നെയാണ്. അപ്പോ ഇതായാലും ഇതിനൊരു മൂടി മാത്രം എടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളത്തില് അല്ലെങ്കിൽ അര ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു മൂടി എടുത്താൽ മതി കേട്ടോ. അത്രയും മതി നമുക്ക് 2-3 കപ്പ് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിയർപ്പ് കൂടുതലായിട്ട് ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ വരുന്ന ആളുകൾക്ക് ഉള്ളതാണ് കേട്ടോ. ചൊറിച്ചിലും കൂടെ ഉള്ള ആളുകൾക്ക് ഉള്ളതാണ്. മഞ്ഞൾ തേച്ച് കുളിച്ചാൽ ഇങ്ങനെയുള്ള ചൊറിച്ചിലും പോവും, നമ്മുടെ ശരീരത്തിലെ ദുർഗന്ധവും പോയി കിട്ടും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വീടുകളിൽ കറികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി ഉപയോഗിക്കാണ്ടിരിക്കുക. ശരീരത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാകുന്ന തുളസി 1/2 മണിക്കൂർ മുൻപെങ്കിലും ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോ തുളസി ഇട്ട വെള്ളം നമുക്ക് കുളിക്കാൻ തികയില്ല എങ്കിൽ നമ്മൾ നോർമലായ രീതിയിൽ കുളിച്ചതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകുക. ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന ഒന്നാണ് ബേക്കിംഗ് പൗഡർ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് കുളി കഴിയുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആ വെള്ളം ഇതിന്റെ കൂടെ തന്നെ ഡെയിലി ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സ്മെല്ലൊക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റും. നോൺ വെജ് മാത്രം കഴിക്കുന്ന ആളുകൾ കുറച്ച് അതിന്റെ കൂടെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ശരീരത്തിൽ കുറഞ്ഞാൽ നല്ലോണം സ്മെല്ല് ഇറിറ്റേഷൻ ഒക്കെ വരും കേട്ടോ. പിന്നെ പൗഡർ ധാരാളം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഡയറക്റ്റ് തന്നെ നമ്മുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ പൗഡർ ഇട്ട് കൊടുക്കുന്ന ആളുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഡ്രസ്സിന്റെ ഉള്ളിൽ പൗഡർ ഇടുന്നത് ഒഴിവാക്കുക. ജസ്റ്റ് ഒരു കോട്ടണിലെ തുണിയിലൊക്കെ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ശരീരത്തിലെ ഡ്രസ്സിൽ തട്ടി കൊടുക്കുന്നതാണെങ്കിൽ അതൊരു നല്ല ഇതാണ് കേട്ടോ. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പൗഡർ നിങ്ങൾ ശരീരത്തിൽ ഇടുന്നത് ഒഴിവാക്കുക. വിയർപ്പ് കൂടുതലുള്ള ആളുകൾ ഒരു ദിവസം നമ്മൾ കുറച്ച് സമയം ഉപയോഗിച്ച ഡ്രസ്സാണെങ്കിൽ പോലും വെയിൽ കൊള്ളിക്കാണ്ടോ അല്ലെങ്കിൽ വാഷ് ചെയ്യാണ്ടോ നമ്മളത് വീണ്ടും യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. മാക്സിമം തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം പലരും കാണുന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടു പോവാറുണ്ട് കേട്ടോ. അപ്പൊ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് റഹീസ് ലൈഫ്.